ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഇത് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങും ഉള്ളിയും പിന്നെ ഇതില്ലേ എന്താണ് ചിക്കനും കൂടിയിട്ട് ഇതാക്കി മിക്സിയിട്ടൊന്ന് അടിച്ചിട്ട് വെച്ചതാണ്. അത് പൊരിച്ചിട്ട് ഇനി അത് മറ്റേ ഇതാണ് എന്താ പറയുക ബെഡ്രിൻ്റെ എന്താണ് ബ്രെഡ് പൊടിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് കട്ട്ലേറ്റ് ഉണ്ടാക്കണം എങ്ങനെ കാണിച്ചു തരാം. ഇതിലേക്ക് കോഴിമുട്ട വേണം. ഇനി ഈ കോഴിമുട്ടയിൽ എന്തൊക്കെ ഇടേണ്ടതെന്ന് കാണിച്ചു തരാം. ഒരു നുള്ളു ഉപ്പ്, പിന്നെ ഇതില്ലേ എന്താ പറയുക കുരുമുളക് പൊടി ഒരു നുള്ളു, ഒരുപാടാവാനും പാടില്ല, ഒരു നുള്ളു. എന്നിട്ട് രണ്ടും കൂടി കലക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഉരുള പൊട്ടിയിട്ട് ഇതിങ്ങനെ ആക്കുക. ഇങ്ങനെ 2 പ്രാവശ്യം മുക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഇതിലിങ്ങനെ മുക്കുക, എന്നിട്ട് ബ്രെഡിലിടുക. ഈ കൈയോട്ട് ഇതിലിങ്ങനെ പിടിപ്പിക്കുക. ഇതിലിങ്ങനെ പിടിപ്പിച്ചിട്ട് നല്ലോണം പിടിക്കണം. എന്നിട്ട് ഒന്നും കൂടി ഇതിലിട്ടിട്ട് ഇങ്ങനെ ആക്കുക. ആക്കിയിട്ട് പിന്നെ ഇതിലിട്ടിട്ട് ഒന്നും കൂടി ഇതിലിങ്ങനെ പിടിപ്പിച്ചിട്ട് നന്നായിട്ട് പിടിപ്പിക്കണം. ബ്രെഡിൻ്റെ പൊടി നന്നായിട്ട് പിടിച്ചാലാണ് അത് വേകുമ്പോൾ പൊട്ടി വരാതിരിക്കുള്ളൂ.
ഇങ്ങനെ ആക്കിയിട്ട് ഇതിലിട്ടിട്ട് മുക്കുക, ഇതിലിടുക. രണ്ട് പ്രാവശ്യം മുട്ടയിലിട്ടിട്ട് ഇങ്ങനെ ഇതാക്കുക. ഞാൻ 2 എടുക്കാൻ നിന്നതാണ് കോഴിമുട്ട, പക്ഷെ 2 എടുക്കുകയാണെങ്കിൽ ബാക്കിയായിട്ടുണ്ടാവും. അതന്നെ പത്തിരി ബാക്കിയാണ്. ഇതിൽ ചിക്കനും ഉരുളക്കിഴങ്ങും വലിയ ഉള്ളിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഉരുളക്കിഴങ്ങ് അങ്ങനെ അങ്ങോട്ട് ഇതാക്കിയപ്പോഴാണ് ഇങ്ങനെ ഉരുള പിടിക്കാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്തിട്ട് നമുക്കിനി പൊരിച്ചിട്ട് കാണാം. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി, ഓരോന്നോരോന്നായിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അത് വെന്ത് വരട്ടെ. അപ്പോൾ മക്കളെ ഇത് വെന്ത് വന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തതും വെന്ത് കഴിഞ്ഞു. 5 ഉള്ളൂ. 5 പൊരിച്ചെടുത്തു. ഇനി ചൂടാറിയിട്ട് ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ മക്കളെ ഇത് നമുക്ക് പൊളിച്ച് നോക്കാം. ഇതാണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പോലെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, കമൻ്റ് അറിയിക്കുക, കമൻറ്റിലൂടെ അയയ്ക്കുക, പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.